ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ദിനത്തിൽ 101 വർഷം മുമ്പ് ഗുരുദേവൻ നാമകരണം ചെയ്ത സുശീലാമ്മയ്ക്ക് ആദരം. ഗുരുദേവൻ പൂഞ്ഞാർ മങ്കുഴി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഇപ്പോൾ 101 വയസ്സുള്ള പാലംപറമ്പിൽ സുശീലാമ്മയെ പേര് ചൊല്ലി വിളിച്ചത്. ചതുദിന ഘോഷയാത്രയിൽ ഗുരുദേവന്റെയും മഹാബലിയുടെയും ഗണപതി ഭഗവാന്റെയും വേഷമണിഞ്ഞവർ സുശീലാമ്മയെ കാണാൻ വീട്ടിലെത്തിയത് ആഘോഷത്തിലെ വേറിട്ട കാഴ്ചയായി. SNDP യോഗം കുന്നോന്നി ശാഖയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര SNDP യോഗം മീനച്ചി യൂണിയൻ കൺവീനർ MR ഉല്ലാസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ഗുരുദേവന്റെയും മഹാബലിയുടെയും ഗണപതി ഭഗവാന്റെയും വേഷധാരികളും അണിനിരുന്നു. ഘോഷയാത്രയ്ക്കിടെ ഇവർ സുശീലാമ്മയെ വീട്ടിലെത്തി സന്ദർശിക്കുകയായിരുന്നു. നൂറ്റാണ്ടിന് മുമ്പ് ഗുരുദേവന്റെ നാവിൽ നിന്നും പേര് ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച സുശീലാമ്മയെ ചതുദിനത്തിൽ ഗുരുദേവന്റെ വേഷമിട്ടയാൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി കാണുന്നത് അപൂർവ കാഴ്ചയായി. ജയന്തിദിന സമ്മേളനം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KR രാജേഷ് അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ തെക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനർവ മോഹൻ ചതുദിന സന്ദേശം നൽകി. ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന മധുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ചരിത്രവും ആഘോഷവും ഒത്തുചേർന്ന അപൂർവ നിമിഷം കുന്നോന്നിയിലെ ഗുരുദേവ ജയന്തി ആഘോഷത്തിലെ വേറിട്ട അനുഭവമായി.